ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് പ്രോസസ് അസോസിയേറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസോസിയേറ്റ് റോൾ എന്നുള്ള പോസ്റ്റാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ പോസ്റ്റിലേക്ക് ഇവർ പറയുന്നുണ്ട് ഹയറിങ് ഫ്രഷേഴ്സാണ്, ആ ഫ്രഷേഴ്സിനാണ് ഇതിലേക്ക് സാധ്യത ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിഗ്രി, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ നോക്കാം. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 19 വരെ നിങ്ങൾക്കിതിലേക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള റോളുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോളിൻ്റെ പേര് നോൺ വോയിസ് ക്ലയൻറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വോയിസ് ടെലികോളിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ജോബ് അല്ല. ഇൻഡസ്ട്രി ITS എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരികയാണെങ്കിൽ എനി ഗ്രാജുവേറ്റ് എക്സെപ്റ്റ് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ആൻഡ് MBA ഓർ ഗ്രാജുവേറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എനി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MBA ഗ്രാജുവേറ്റുകൾക്ക് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിലെ ഡിഗ്രിയുള്ള BTech എടുക്കുന്നതിൽ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ MS ഓഫീസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ഇമെയിൽ ബിസിനസ് റൈറ്റിംഗ് അറിയണം. സ്ട്രോങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഉണ്ട്. സ്ട്രോങ് അനാലിറ്റിക്കൽ സ്കില്ല്, പിന്നെ അഡാപ്റ്റബിൾ ടു പ്രോസസ് പ്രൊഡക്റ്റ് ചേഞ്ചസ്, പിന്നെ ടീം പ്ലെയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കുന്നത് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി റിയൽ ടൈം അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ഓഫ് ക്ലൈൻറ്റ് പ്രോജക്റ്റ്. നമുക്ക് എന്ത് ചോദിച്ചാൽ നമ്മൾ ക്ലൈൻറ്റുകളെ കറക്റ്റ് സമയത്ത് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമ്മളെ ജോബിൽ. പിന്നെ അസൈൻ ചെയ്ത ജോബുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സീനിയേഴ്സിനെയൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ജോബ് ടൈപ്പ്. പിന്നെ പറയുന്നത് പ്രിഫർ കാൻഡിഡേറ്റ് വിത്ത് ഡീസൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വില്ലിംഗ്നെസ് ടു വർക്ക് ഷിഫ്റ്റ് ഇൻക്ലൂഡിങ് നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ്, പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റിൽ അറ്റാച്ച് ചെയ്യാനുള്ളത്, എന്തൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ, നമ്മൾ റെസ്യൂമ് അപ്ലോഡ് ചെയ്യാനും പറയുന്നുണ്ട്, സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.